BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കാലടി പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലിറങ്ങിയ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയ്ക്ക് ചക്ക കൊടുക്കാൻ ശ്രമിക്കുകയും ഇതിന്റെ ചിത്രം പകർത്താൻ ശ്രമിക്കുകയും ചെയ്ത 2 യാത്രക്കാരെ വനപാലകർ പിടികൂടി. പറവൂർ മച്ചാൻതുരുത്ത് സ്വദേശി അബൂബക്കർ, ഉറവൻതുരുത്ത് ജിബീഷ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം. കാട്ടാനശല്യത്തെ തുടർന്ന് ഈ ഭാഗങ്ങളിൽ വനം വകുപ്പ് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് വനത്തിലേക്ക് ഇറങ്ങി പുഴയിൽ നിന്ന് ആനയ്ക്ക് ചക്ക എറിഞ്ഞു കൊടുത്തത്. നിരന്തരമായി കാട്ടാനകൾ റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഭാഗമാണിത്. ഈ മേഖലയിൽ വാഹനം നിർത്തരുതെന്നും വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് വാഴച്ചാൽ DFRO ലക്ഷ്മി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. റേഞ്ച് ഓഫീസർ ജീഷ്മ ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും പിടികൂടിയത്. ഇവർക്കെതിരെ വനത്തിൽ അതിക്രമിച്ചു കടന്നതിനും വന്യമൃഗത്തെ പ്രകോപിപ്പിച്ചതിനും കേസെടുത്തു. വടുതല റെയിൽവേ ഗേറ്റിന് സമീപം സിഗ്നൽ കാത്തുനിന്ന മുളപ്പുകാട് സ്വദേശി ഉനീഷിനെ ആക്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. എളമക്കര പുന്നക്കൽ നെല്ലിക്കപ്പള്ളി NA അൽത്താഫ്, ഇടപ്പള്ളി അഞ്ചുമന, പൂവശ്ശേരി PS സുജിത്ത്, എളമക്കര പേരണ്ടൂർ പുളിയട്ടുപറമ്പിൽ PP അജിത്ത് എന്നിവരെ CCTV തെളിവുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളം നോർത്ത് പോലീസ് പിടികൂടിയത്. ടൗൺ നോർത്ത് പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. വല്ലമുടിക്കൽ മിനി ബൈപ്പാസ് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് വീതി കൂട്ടണമെന്ന ആവശ്യമുയർന്നു. നിയോജക മണ്ഡലത്തിലെ ഏറ്റവും തിരക്കേറിയ ഗ്രാമീണ റോഡുകളിലൊന്നാണിത്. ദിവസേന 100 കണക്കിന് വലുതും ചെറുതുമായ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് അധികൃതർ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നാണ് ആക്ഷേപം. MC റോഡിലെ വല്ലം ജംഗ്ഷനെയും ആലുവ പെരുമ്പാവൂർ KSRTC റോഡിലെ KZB മുടിക്കൽ സബ്സ്റ്റേഷൻ ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്ന റോഡ് പെരുമ്പാവൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ബൈപ്പാസാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ക്ഷേത്രം, കാലടി, അങ്കമാലി, കോടനാട്, മലയാറ്റൂർ, ആലുവ മേഖലകളിലേക്കുള്ള എളുപ്പപാത കൂടിയാണിത്. വല്ലംകടവ് പാലത്തിലൂടെ കാഞ്ഞൂർ, തിരുവൈരാണിക്കുളം, കൊച്ചിൻ വിമാനത്താവളം എന്നിവകളിലേക്കും എത്തിച്ചേരാൻ 2.75 കിലോമീറ്ററോളം ദൂരം മാത്രം വരുന്ന ഈ ഗ്രാമീണ റോഡ് വികസിപ്പിച്ചാൽ എളുപ്പമാകും. MC റോഡിലെ വല്ലം ജംഗ്ഷൻ മുതൽ റയോൺസ് കമ്പനി പരിസരം വരെയുള്ള 1 കിലോമീറ്ററോളം റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റേതും ഇവിടെ മുതൽ സൗത്ത് വല്ലം ഗാന്ധിനഗർ പാലം വരെയുള്ള 1.5 കിലോമീറ്ററോളം റോഡ് നഗരസഭയുടെയും ഗാന്ധിനഗർ പാലം മുതൽ മുടിക്കൽ സബ്സ്റ്റേഷൻ ജംഗ്ഷൻ വരെയുള്ള 1/2 കിലോമീറ്ററോളം റോഡ് വാഴക്കുളം പഞ്ചായത്തിന്റെയുമാണ്. പഞ്ചായത്ത് മുനിസിപ്പൽ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയും കമ്പനി കോമ്പൗണ്ടിന്റെ 1 കിലോമീറ്റർ ഭാഗം നഗരസഭയും ഏറ്റെടുത്താൽ റോഡിന് വീതി കൂട്ടാൻ ആവശ്യമായ സ്ഥലമാകും. റയോൺപുരം NI2 ജംഗ്ഷനിലെ V ആകൃതിയിൽ ഉപയോഗശൂന്യമായ നിലയിലുള്ള കമ്പനി സ്ഥലം പ്രയോജനപ്പെടുത്തി വല്ലം, ഓൾഡ് വല്ലം, സൗത്ത് വല്ലം റോഡുകൾ സംഗമിക്കുന്ന ജംഗ്ഷനായി വികസിപ്പിച്ചെടുക്കുകയും വേണമെന്നാണ് ആവശ്യം. തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ G സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ PF മാത്യൂസിന് നിരൂപകൻ ഡോക്ടർ ജോർജ് ഇരുമ്പയം സമ്മാനിച്ചു. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് MC.K. നായർ അധ്യക്ഷത വഹിച്ചു. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC. ദിലീപ് കുമാർ, കവി ചെറുകുന്നം വാസുദേവൻ, CR നീലകണ്ഠൻ, പോൾ മേച്ചരിൽ, സലീം കുന്നുപുറം, MS. അനിൽകുമാർ, P. അജയൻ, ബിജോ ജോയ്, ജോസ് നേതാജ് എന്നിവർ പ്രസംഗിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. ദീർഘദൂര സർവീസുകളിൽ പലതും സ്റ്റാൻഡിലെത്തിയില്ല. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം, പറവൂർ, കാക്കനാട് ഭാഗങ്ങളിലേക്കുള്ള സർവീസുകളും തടസ്സപ്പെട്ടു. ആലുവ ഡിപ്പോയിൽ നിന്ന് പ്രതിദിനം 58 സർവീസുകളാണുള്ളത്. ഇതിൽ 16 എണ്ണം മുടങ്ങി. സമരക്കാരുടെ പ്രതിഷേധം മൂലം രാവിലെ 1 മണിക്കൂർ താമസിച്ചാണ് സർവീസുകൾ തുടങ്ങിയത്. ടിക്കറ്റ് മെഷീനും സർവീസ് രേഖകളും വാങ്ങാൻ രാവിലെ 5-നെത്തിയ ജീവനക്കാർക്ക് മുൻപിൽ സമരാനുകൂലികൾ മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരുന്നതാണ് വൈകാൻ കാരണം. പോലീസ് എത്തി സമരക്കാരെ നീക്കിയ ശേഷമാണ് ബസ്സുകൾ ഓടിത്തുടങ്ങിയത്. SN ജംഗ്ഷൻ ചെമ്പിശ്ശേരിയിൽ റോഡിലും പരിസരത്തും ചൊറിയൻ പുഴുക്കൾ വിലസുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുഴുക്കളെ വ്യാപകമായി കാണാൻ തുടങ്ങിയത് എന്ന് നാട്ടുകാർ പറയുന്നു. മുൻകാലത്തും ഇത്തരത്തിൽ പുഴുശല്യം അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയൊരു വർധനയാണ് ഇത്തവണ ഉണ്ടായത്. സമീപത്തെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ നിന്നാണ് ഇവ എത്തുന്നത്. ആദ്യം വീട്ടുമുറ്റത്ത് കാണപ്പെട്ട ചൊറിയൻ പുഴുക്കളുടെ എണ്ണം കൂടിക്കൂടി ഇപ്പോൾ വീടിനകത്തേക്കും വ്യാപിക്കുന്ന സ്ഥിതിയാണ്. ഇവിടെയുള്ള മരത്തിലും മതിലുകളിലും വീട്ടുമുറ്റത്തും പുഴുക്കൾ കൂട്ടം കൂടിയിരിക്കുന്ന
കാറ്റടിക്കുന്നത് മൂലം ആളുകൾ ബുദ്ധിമുട്ടിലാണ്. കാറ്റടിക്കുമ്പോൾ ഇവ പറന്ന് ദേഹത്ത് വീഴുന്നതിനാൽ കാൽനട യാത്രികരും ദുരിതത്തിലാണ്. കൊതുകുകളെയും പാറ്റകളെയും തുരത്താനുള്ള മരുന്നടിച്ചിട്ടാണ് നാട്ടുകാർ പുഴുക്കളെ തുരത്തുന്നത്. ഒരു ടെൻ സ്പ്രേ എങ്കിലും ഒരു ദിവസത്തേക്ക് ഇവർക്ക് വേണ്ടി വരുന്നുണ്ട്. രാവിലെ ഇവയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ വീണ്ടും ചൊറിയൻ പുഴുക്കളെത്തും. നാട്ടുകാരിൽ പലർക്കും ചൊറിച്ചിലും ആരംഭിച്ചു. ഭിത്തിയിൽ കയറുന്ന പുഴുക്കൾ വസ്ത്രങ്ങളിലും മറ്റും കയറിക്കൂടും. പുഴുക്കൾ കയറിയ വസ്ത്രങ്ങൾ ഇടുമ്പോൾ അസഹ്യമായ ചൊറിച്ചിലാണ്, തടിച്ചു പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളെയാണ് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ചൊറിച്ചിൽ അസഹനീയമായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഇവിടെയുള്ള ഒരു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ഇവിടെയുള്ള ചൊറിയൻ പുഴുശല്യത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.